ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊരു ഫോസറ്റാണ് കേട്ടോ. ഞാനിത് കുറേ ആയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇടയിൽ വിട്ടുപോയിട്ടോ വാങ്ങിക്കാനായിട്ട്. ഇത് നമുക്ക് 360 ഡിഗ്രിയിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇതുവരെ ഞാനിത് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഷവർ മോഡാണ്, വേറെ ഒന്ന് ഫോമിംഗ് മോഡും. സിങ്കൊക്കെ ഭയങ്കര കുഞ്ഞതൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് തെറിക്കും. അപ്പോൾ ഈ ഒരു ഫോസറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഫ്ലോ നന്നായി കൺട്രോൾഡ് ആയിട്ടാണ് വരുന്നത്. സൈഡിലൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലോ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 179 റുപ്പീസാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഓയിൽ ബോട്ടിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് ഗ്ലാസ് ബോട്ടിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. കാരണം പിക്ചറിൽ കാണുന്ന സമയത്ത് അത് ഗ്ലാസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ കയ്യിൽ വന്ന സമയത്ത് ഇത് പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു കേട്ടോ. പിന്നെ ഇത് അസംബിൾ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഞാൻ പിക്ചർ നോക്കാതെയാണ് കുറേ നേരം ഞാൻ കുറേ രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കി. പിന്നെ അവസാനം ഞാൻ മീഷോയിലുള്ള ആ പിക്ചർ നോക്കിയിട്ടാണ് നേരെ അസംബിൾ ചെയ്തത്. ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഈ ഒരു ഹൈറ്റിലല്ലല്ലോ ബ്രഷ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവസാനം ഞാൻ പിക്ചറൊക്കെ നോക്കി കണ്ടുപിടിച്ചു. ഇത് നമുക്ക് ഗീ ബോട്ടിലായിട്ടും ഓയിൽ ബോട്ടിലായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. സിലിക്കോണാണ് ബ്രഷ് വരുന്നത്, ബാക്കിയെല്ലാം പ്ലാസ്റ്റിക്കാണ്. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഡക്കിൻ്റെ ഒരു ഷേപ്പ് കൊടുത്തിട്ടില്ലേ, അത് ഞാൻ അതിലുള്ള പ്രിൻ്റ് ആണെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫോട്ടോ കണ്ട സമയത്ത്. പക്ഷെ അതൊരു സ്റ്റിക്കറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ നല്ല ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല, പക്ഷേ ക്യൂട്ടായിട്ടുള്ള ഒരു റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, ആ കളർ കോമ്പിനേഷനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് കിട്ടിയത്. നല്ല പാക്കിങ്ങിലാണ് വന്നത്. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഐറ്റം ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് 499 റുപ്പീസായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രൈസ് 260 റുപ്പീസാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതുപോലെ പിടിക്കാനുള്ളൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമുക്ക് സ്പൂൺ, ഫോർക്ക്, സ്ട്രോ, നൈഫ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിൽ ഇട്ട് വയ്ക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്. വൈറ്റ് കളറാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ, അതുപോലെ യെല്ലോ ഷെയ്ഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിച്ചണിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കൂടുതലും വൈറ്റാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തത്. ഒരു സൈഡിൽ കട്ട്ലറി എന്ന് എഴുതിയിട്ടുണ്ട്, വേറെ സൈഡിൽ അതിൻ്റെ ഇമേജാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, എന്തായാലും വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതും എനിക്ക് വാങ്ങിച്ചതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു സിലിക്കൺ സ്പാച്ചുലയുടെ സെറ്റാണ്. അപ്പോൾ ഇതിൽ 12 പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കൊരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതരം സ്പാച്ചുലയും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് കറിയൊക്കെ സെർവ് ചെയ്യാനായിട്ടും ദോശ ഉണ്ടാക്കാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണിത്. എല്ലാത്തിനും വുഡൻ ഹാൻഡിലാണ് വരുന്നത്. കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല രസമാണ് കേട്ടോ. കാരണം എൻ്റെ കിച്ചണും ഇതേ ഒരു കോമ്പിനേഷനാണ്, ബ്ലാക്ക് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിയോ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്ക് കേക്കൊക്കെ മിക്സ് ചെയ്യാനായിട്ടും പിന്നെ
കറിയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ബൗളിൽ നിന്ന് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ദോശ, ചപ്പാത്തി, പത്തിരി ഇതൊക്കെ ചുടാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ഇത് പാസ്ത, ഇതെല്ലാം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാനായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഉള്ളത്. പിന്നെ ഇത് നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റുന്ന സമയത്ത് യൂസ് ചെയ്യാം. പിന്നുള്ളത് ഈ ഒരു ബ്രഷാണ്. നമുക്ക് കേക്ക് മോൾഡൊക്കെ ബ്രഷ് ചെയ്യാനായിട്ടും പിന്നെ ചപ്പാത്തി, ദോശ അതിലൊക്കെ നമുക്ക് ഓയിലോ ഗീ ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു വിസ്കാണ്. ഇതിൻ്റെ മാത്രം ഹാൻഡിൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ, വുഡൻ അല്ല വരുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും വുഡൻ ഹാൻഡിലാണ് വരുന്നത്. പിന്നെ ഇത് സമൂസ, ചിക്കൻ അതൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ എടുക്കാനൊക്കെ യൂസ്ഫുള്ളാണത്. പിന്നെ ഇത് നമുക്ക് സാധാരണ ഉള്ളിയൊക്കെ വഴറ്റാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇതും അതുപോലെ തന്നെയാണ്. 12th പീസായിട്ട് വരുന്നത് ഈ ഒരു ഹോൾഡറാണ്. അപ്പോൾ ഈ ഒരു ഹോൾഡറിൽ തന്നെ നമുക്ക് ഈ 11 പീസും ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. നല്ല വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 568 റുപ്പീസാണ്. ഈ ഒരു പ്രൈസിന് നമുക്ക് ഇത്രയും സ്പാച്ചില കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വർത്താണ്. കാരണം നമുക്ക് ഒരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതരം സ്പാച്ചിലയും ഇതിലുണ്ട്. പിന്നെ വുഡൻ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് കളറായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ തന്നെ പിങ്ക്, ബ്ലൂ, പർപ്പിൾ ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ സെയിം പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് 997 റുപ്പീസിനാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ടും വേർത്താണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള ഈസി റെസിപ്പീസ് ബൈ സഹല കൂടെ ഫോളോ ചെയ്യണേ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു യുട്ടൻസിൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ഹോൾ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. ടാറ്റാ.